എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പൾപിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് 2026 വിവിധ HSSC മത്സര പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല 30 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. 70 മാർക്ക് കോർ ഏരിയയും 30 മാർക്ക് ജനറൽ പേപ്പറും. ആ ജനറൽ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖലകളാണ്. ഒന്ന് റിനൈസൻസ്, മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റൊന്ന് കറണ്ട് അഫേഴ്സ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം, മറ്റൊന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 മേഖലയിലെയും മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ജനറൽ PSCയിലൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും, അല്ലേ? ജനറൽ PSC പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, റിനൈസൻസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം പഠിക്കുന്നുണ്ട്, കറണ്ട് അഫേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മലയാളത്തിലാണ് പഠിക്കുന്നത്. പക്ഷേ HSSC മത്സര പരീക്ഷയിൽ ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചു മാറ്റുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന ജനറൽ പേപ്പറിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. സാറ് പറഞ്ഞതുപോലെ HSSC ജനറൽ പേപ്പറിന് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. ഇനി പൾപിറ്റിലേക്ക് വരികയാണെങ്കിൽ പൾപിറ്റ് കോറിന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ പേപ്പർ ഡിസൈൻ ചെയ്തത്. പുറത്ത് പോകുമ്പോൾ അവർ പറഞ്ഞ കോർ മാത്രമാണ്, അതെ, കോർ മാത്രമാണ് എടുക്കുന്നത്, ജനറൽ പേപ്പർ ഇല്ല, അങ്ങനെ ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ജനറൽ പേപ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, അത് ഈ ഇരിക്കുന്ന മൂർത്തികൾ ശക്തി കൂടി വലിയ അമ്പലങ്ങളാവുന്നത് പോലെ HSSC ഇംഗ്ലീഷിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഇരുന്നിരുന്ന് ഇപ്പം 75 മണിക്കൂർ വരുന്ന ഒരു ഗംഭീര ജനറൽ പേപ്പർ പാക്കേജ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അത് നമ്മൾ തീവ്രം എന്ന പേരിൽ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിനും, അതായത് HSSC മറ്റ് വിഷയങ്ങൾക്ക് കൂടി ലോഞ്ച് ചെയ്യുന്ന ഒരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സന്തോഷമുള്ളൊരു മുഹൂർത്തമാണിത്. സോ തീവ്രത്തിന്റെ ലോഞ്ചിങ് ആണ് ആക്ച്വലി ഇന്ന് നടക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജിത്ത് സാർ നവോത്ഥാനം ഹാൻഡിൽ ചെയ്യും, രാഘു സാറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ജയകൃഷ്ണൻ സാറാണ് നിങ്ങൾക്ക് CA ക്ലബ്ബ് നയിക്കുന്നത്, ഒപ്പം കറണ്ട് അഫെയർ ലീഡ് ചെയ്യുന്നതും സാറാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ അധ്യാപകരിലോട്ട് വരികയാണ്. സർ, എന്തൊക്കെയാണ് കഴിഞ്ഞുപോയ HSSCയുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ? അല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ജനറൽ പേപ്പറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്നു മറ്റെങ്ങും ഇല്ലെന്ന് അറിയില്ല. അപ്പം തീവ്രം എന്നുള്ള പേര് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അപ്പോൾ തീവ്രമായൊരു പോരാട്ടം തന്നെയാണ് വേണ്ടത്. കാരണം കേരള PSCയുടെ ഒരു സാധാരണ പരീക്ഷയുടെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം. ഇപ്പോൾ ഒരു സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന HSSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കഴിഞ്ഞ HSSC പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നമുക്കറിയാം സാധാരണ OMR മോഡലൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും ആ ചോദ്യ മാതൃക പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി ഒരു കാരണവശാലും ഇത്തവണ തയ്യാറായാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് പൂർണ്ണമായി മാറും എന്നല്ല നമ്മൾ പറയുന്നത്. അതെ, അതും വേണം. എന്നിരുന്നാൽ ഇത്തിരി കൂടെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും നമ്മളത് സെറ്റ് ആയിട്ടിരിക്കുക, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. പിന്നെ ടീച്ചിങ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നൊരു ധാരണ PSCക്ക് ഉണ്ട്. പക്ഷെ പലപ്പോഴും ജനറൽ പേപ്പറിലോട്ട് വരുമ്പോൾ ഇവർ കോറിലായിരിക്കും സ്ട്രോങ്. നമ്മൾ ആരെയും അങ്ങനെ പറയല്ല, ഇവരുടെ ഏരിയ, അവരുടെ സബ്ജക്ട്, അവർ പഠിച്ച സബ്ജക്ട് ഏറ്റവും ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് സിംഹവും പുലിയാനയും കടുവയൊക്കെ ആയിരിക്കും. ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ അവർ ഈ പറയുന്ന റിനൈസൻസ് അത് ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്, കറണ്ട് അഫേഴ്സ്, സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എല്ലാ ടോപ്പിക്കും അവർ കവർ ചെയ്തെങ്കിൽ മാത്രമേ. അത് ഈ പഠനത്തെ പറ്റി പറയുന്നത് പോലെ ഒരു പുഴ പോലെ പരന്നൊഴുകണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോർ സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു പോയി കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. നേരെ മറിച്ച് ജനറൽ പേപ്പറിൽ അത്യാവശ്യം നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത് പോയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാലും ആ മാർക്ക് അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ തവണ ഇപ്പം ഇവരുടെ ഒരു പ്രധാന പ്രശ്നം HSSCക്ക് 60 മാർക്ക് 65 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കാണ്. ഇപ്പൊ 70 മാർക്ക് കോറിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് 30 മാർക്ക് പോയി ജനറൽ പേപ്പറിന് പഠിക്കുന്നതെന്നൊരു ചിന്ത വരും. പിന്നെ HSA പോലെയല്ല, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസെർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അത്ര കണ്ട് എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു നെറ്റിനെക്കാട്ടിലും ഫോർ എക്സാമ്പിൾ എറർ, ടൈപ്പ് എറേഴ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലത്തെ അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതേ ക്വസ്റ്റ്യൻ JRF ലെവലിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറയണം. അത്തരത്തിലുള്ള ടീച്ചിങ് ആൻഡ് റീസെർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളത് ഭയങ്കരമായിട്ട് ഡീമിസ്റ്റിഫൈ ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടീച്ചിങ് റീസെർച്ചിൽ നിന്നും ഒരു 80 തൊട്ട് 90% വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. മിസ് നേരത്തെ ചോദിച്ചൊരു കാര്യം ഞാനും കിട്ടുമോ, ഈ ചോദ്യത്തിൻ്റെ ഒരു പാറ്റേണിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അതിൽ അതായത് ഈ
കഴിഞ്ഞൊരു HST പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ദ പവർ ടു അപ്പോയിൻറ്റ് ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് വെസ്റ്റഡ് വിത്ത് ഒരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി കെയിം അണ്ടർ വിച്ച് ആർട്ടിക്കിൾ. ഇങ്ങനെയുള്ള ഒരു വളരെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത്. അതേ എക്സാമിന് തന്നെ നവോത്ഥാനത്തിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് കറുപ്പനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതിൽ തന്നെ പാലിയൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് AG വേലായുധൻ താഴെ പറയുന്ന ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സാറ് പറഞ്ഞു നിലവിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അതൊരു പരീക്ഷയുടെ മാത്രമാണ്. അതെ, എന്നാൽ മറ്റ് HST പരീക്ഷകൾക്കും HSA ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കും നല്ല സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ സാധാരണ ഒരു PSC ഉദ്യോഗാർത്ഥി പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ശ്രദ്ധിക്കാൻ ഇടയില്ലാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയ എന്നുൾപ്പെടെ, കാരണം അത് നേരത്തെ മിസ് പറഞ്ഞാണ് കാരണം HST പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരെല്ലാം ബുദ്ധിജീവികളാണെന്നും അവർ കുറച്ച് ലെവൽ കൂടിയവരാണെന്നൊരു ധാരണ തെറ്റാണെന്ന് പറഞ്ഞതല്ല, പക്ഷേ അങ്ങനെ ഒരു ധാരണ PSCക്ക് ഉണ്ട്. കട്ട് ഓഫ് തന്നെ ഓരോ HSSC പരീക്ഷയുടെ കട്ട് ഓഫ് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഒക്കെ എടുക്കുകയാണെങ്കിൽ HSC സാൻസ്ക്രിറ്റിന്റെ കട്ട് ഓഫ് 48 സംതിങ് ആണ്. അപ്പം അങ്ങനത്തെ ഉള്ള കട്ട് ഓഫ് കുറവല്ലേ. അപ്പോൾ 70-നകത്ത് നിന്നാൽ പോരെ, ആ ഒരു സേഫ് സോൺ നമുക്കത് പോരെ. ഉണ്ട്, അത് പഠിക്കണോ വേണ്ടോ എന്നുള്ളൊരു ടെൻഷൻ കൂടി ഇവർക്കുണ്ട്. പിന്നെ വേറെ ഈ തകിടം മറിച്ച് ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസുമായിട്ട് നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ HSAയുടെ ജനറൽ പേപ്പർ ഇവരെ ചില്ലറയൊന്നും അല്ല വലച്ചത്. ഇപ്പൊ പിന്നെ എന്നാ ഇനി അത് തീരെയും പഠിക്കുന്നില്ല എന്നൊരു മട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടുമുണ്ട്. സാർ, കറണ്ട് അഫെയറിന്റെ കാര്യം 3 വർഷത്തെ കറണ്ട് അഫെയർ പഠിക്കണം എന്ന് സാറ് തന്നെ പലപ്പോഴായിട്ട് പറയാറുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ലൈവിൽ കയറി അങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പം ഏതാണ്ട് 15 മണിക്കൂർ കോൺസ്റ്റിറ്റ്യൂഷൻ, 15 മണിക്കൂർ നവോത്ഥാനം, 20 മണിക്കൂറാണ് സാറിന്റെ കറണ്ട് അഫെയർ സെഷൻസ് എല്ലാം കൂടി വന്നിട്ടുള്ളത്. അതായത് റെക്കോർഡഡ്, ലൈവ് വേറെയാണ്, ലൈവ് മറ്റ് അവർ അക്കൗണ്ടിലൊക്കെ പോകും. സോ ഈ 20 മണിക്കൂറിൽ കറണ്ട് അഫെയർ എങ്ങനെയാണ് സാർ അത് ഊറ്റി ഈ പറയുന്ന പോലെ കുറുക്കി അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ 2025 നടന്ന കേരള PSCയുടെ പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ഞാനൊന്ന് ഏറെയും കുറഞ്ഞും പരിശോധിക്കുമ്പോൾ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് 23-ലെയും 22-ലേക്ക് വസ്തുതയാണ്. ഇത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ടായിരിക്കും. അതായത് നമുക്ക് സാധാരണ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ 3 വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിൽ ഏറ്റവും ഒടുവിൽ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പം ഇനി എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 വർഷത്തേത് കൃത്യമായിട്ട് പഠിച്ചു പോകാനുള്ള സമയം വളരെ കുറവാണ്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ HSST എക്സാംസുകളിൽ സ്ഥിരമായിട്ട് കറണ്ട് അഫേഴ്സ് ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ടോപ്പിക്സുകൾ കാറ്റഗറൈസ് ചെയ്ത് ആ ഏരിയ നമ്മൾ ആദ്യം സ്ട്രോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ അത് നമ്മൾ സെറ്റാക്കുന്നു. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ക്ലാസ്സുകളെല്ലാം നമ്മൾ കുട്ടികളിലോട്ട് എത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള കറണ്ട് അഫേഴ്സിലോട്ട് പോകും. ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പോയിൻമെന്റുകൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൂടാതെ നൊബേൽ പ്രൈസ്, HSST എക്സാമിന് നൊബേൽ പ്രൈസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. കൂടാതെ സ്പോർട്സ്, ISRO. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയ ഒരു 10-30ഓളം ടോപ്പിക്സുകൾ ഞാൻ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിസിലേനിയസ് ആയിട്ടുള്ള 1 വേർഡ് ആയിട്ടുള്ള മറ്റ് കറണ്ട് അഫേഴ്സുകളിലോട്ട് പോകുന്നു. സോ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് ക്ലാസ്സുകൾക്കിടയിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്സുകൾ കവർ ചെയ്ത് തന്നെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു ചോദ്യം, പഴയ കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നുണ്ട്, കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല സാർ, ഈ കഴിഞ്ഞ കോവിഡ് 2021-ലായിരുന്നു. അതിൽ നിന്ന് വരെ ഈ 2024 നടന്നിട്ടുള്ള PSC എക്സാം മീൻസ് HSST എക്സാംസുകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ വളരെ അത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ കൂടി നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കുട്ടികൾക്കിടയിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ കൊണ്ടുകൊടുക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഓൾറെഡി ഈ CA ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുട്ടികൾ വലിയ നല്ല റെസ്പോൺസ് ആണ്. സോ ഓഗസ്റ്റ് തൊട്ടുള്ളത് CA ക്ലബ്ബായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? പിന്നെ സാർ, അതിനോടൊപ്പം നവോത്ഥാനത്തിന്റെ ഏറ്റവും ഒരു ഉഗ്രരൂപം നമ്മൾ കാണുന്നത് HSST എക്സാമിനാണ്. കാര്യം LP UPയിൽ നമ്മളത് കാണും, എങ്കിലും പോലും മലയാളത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു 3 പോർഷനായിട്ട് റിനൈസൻസ് തന്നെ. നമ്മൾ ഈ റിനൈസൻസ് എന്നങ്ങനെ പറഞ്ഞങ്ങ് പോവല്ല. റിനൈസൻസ് ലീഡേഴ്സ്, അതിനകത്ത് തന്നെ റിനൈസൻസ് വുമൺ ഉണ്ട്. പിന്നെ റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനൈസൻസ്, അതെല്ലാം റിനൈസൻസിൻ്റെ പല മേഖലയാണ്. ഇപ്പം SNDP എന്നറിയപ്പെടുന്ന സംഘടന എടുക്കുകയാണെങ്കിൽ അതൊരു നവോത്ഥാന മേഖലയാണല്ലോ. അത് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് പറയും. അപ്പോൾ ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാന നായകൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ശ്രീനാരായണ ഗുരുവായി. ദെൻ അതിനകത്ത് ഈ പറയുന്ന SNDP എന്നറിയപ്പെടുന്ന സംഘടനയ്ക്കൊരു മുഖപത്രമുണ്ട്. അപ്പോൾ അതെന്തായി? റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്ന ഏരിയയായി.
ദെൻ ഇതേ മോഡൽ തന്നെ ഈ പറയുന്ന ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന മേഖലയുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോ കേരളത്തിലെ പ്രധാനപ്പെട്ട തകഴി ശിവശങ്കരപ്പിള്ള, അപ്പോൾ അവരുടെയൊക്കെ പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട കൃതികൾ, ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കറണ്ട് അഫേഴ്സ് ആസ്പെക്റ്റിൽ നിന്നും അവിടെ നിന്ന് ചോദിക്കാൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924-25 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികമാണ്. ഈ 100ാം വാർഷികം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്, പുതിയ റേഷ്യോ, അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഷെയർ ചെയ്യേണ്ട ഫണ്ടിൻ്റെ റേഷ്യോ എത്രയാണ്, അപ്പോൾ അതിലെല്ലാം മാറ്റമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കും കറണ്ട് അഫേഴ്സുമായിട്ടും എന്ത് ചെയ്യണം, ചേർത്ത് പഠിച്ചു പോയെങ്കിലേ. ക്ലാസ്സുകളിൽ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് സാർ. നമ്മൾ കറണ്ട് അഫേഴ്സ് പ്ലസ് GK ആ ഒരു സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ കൂടെ തന്നെ ഒരുപാട് GK ക്വസ്റ്റ്യൻസും അവിടെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായി സാർ. പിന്നെ ഞാൻ പറയല്ലോ, നമ്മുടെ ഈ കോഴ്സ് ഇപ്പം ഇവരുടെ ഒരു പ്രധാന പ്രശ്നം, കോർ ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, സോഷ്യൽ സയൻസ് ആയാലും ഏത് വിഷയമാണെങ്കിലും കോർ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ 75 മണിക്കൂറാണ് നമ്മൾ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ പറയുന്നത്. 75 മണിക്കൂറാണ് നമ്മുടെ എൻറ്റയർ HSST ജനറൽ പേപ്പർ തീവ്രത്തിന്റെ ആ ഒരു കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 15 മണിക്കൂറിൽ കയ്യിൽ ഒതുക്കുക എന്ന് പറയുന്നത് സാറിന്റെ ഭാഗത്ത് നമുക്കൊരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. സാർ എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ കവർ ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും, റീസെന്റ് ട്രെൻഡുകൾ നമ്മൾ കവർ ചെയ്യും. ഒപ്പം തീവ്രത്തിൽ 25 PYQ ക്വസ്റ്റ്യൻസ് ആണ്, HSST PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീകോഡ് ചെയ്ത് ചെയ്യാൻ ഒരുങ്ങുന്നത്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പോലെ, മറ്റൊരു പ്ലാറ്റ്ഫോമിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധം HSSTയുടെ പാറ്റേൺ പ്രഡിക്ഷൻ, ആ ഒരു പാറ്റേൺ പ്രഡിക്ഷൻ രഞ്ജിത് സാറിന്റെ ഒരു ലീഡിലാണ് നിങ്ങൾക്ക് ലൈവുകളായിട്ട് അവൈലബിൾ ആവുന്നത്. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ്, നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ വീതം വരുന്ന 50 മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് തെളിയാം. അത് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ അധ്യാപകരും തന്നെ വേണമെങ്കിൽ അത് ലൈവിൽ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള സാറേ, ഈ കറണ്ട് അഫേഴ്സ് പ്ലസ് പൊളിറ്റി നമുക്ക് എങ്ങനെ പഠിക്കാം? സാറിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ്? കറണ്ട് അഫേഴ്സ് പ്ലസ് പൊളിറ്റി ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു നല്ലൊരു ഏരിയ തന്നെ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടും, പാർലമെൻ്ററി സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ ലോക്സഭ രാജ്യസഭ സെഷനുകൾ, അമെൻമെൻറ്റുകൾ, വിമൻ എംപവർമെൻറ്റ്. ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ഒരു ഭാഗം നമുക്ക് സിലബസിൻ്റെ ഒരു കുറച്ച് കാര്യം ഒന്ന് പറയാൻ തോന്നുന്നു. ഞാൻ ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ടോപ്പിക് പോളിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. പാർട്ട് A, B എന്നിങ്ങനെ 2 പാർട്ടായിട്ട് 10 മാർക്കിനാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ആദ്യ A ഭാഗത്ത് പ്യുവർ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് പ്രിയാമ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെൻറ് തുടങ്ങിയ ഏരിയ. പാർട്ട് B വരുമ്പോഴത്തേക്ക് ഭരണഘടന അടിസ്ഥാനമാക്കി പാർലമെന്റ് പാസ്സാക്കി കുറേ നിയമങ്ങളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വയലൻസ്, അത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് വിമൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളാണ്. അപ്പോൾ ഈ 2 പാർട്ടും ചേർന്നാണ് 10 മാർക്ക്. ആദ്യ ഭാഗം 5 മാർക്ക്, അടുത്ത ഭാഗം 5 മാർക്ക്. അല്ല സാറേ, ചിലർ ധരിച്ചു വെച്ചേക്കുന്നത് പാർട്ട് A മാത്രം പഠിച്ചാൽ മതി, അതെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയല്ലോ, മറ്റ് പാർട്ട് ബിയിലേക്ക് പോകണ്ടല്ലോ, അങ്ങനെ ഒരു ധാരണയുള്ള ഈ സിലബസിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ പാർട്ട് A 5 മാർക്കാണ്, അതിന് കുറേ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. പക്ഷേ പാർട്ട് ബിയിൽ ഒരു 4-5 ടോപ്പിക്കേ ഉള്ളൂ. ഈ 4-5 ടോപ്പിക്കിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ പേര് തന്നെ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരാവുന്ന നിയമങ്ങൾ തന്നെ 4-5 നിയമങ്ങൾ വരാൻ പറ്റും. പോക്സോ ആക്ട് അതിൻ്റെ അണ്ടറിൽ വരാം, അതുപോലെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരാം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇങ്ങനെയുള്ള നിയമങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് 2ഉം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതിൻ്റെ ഏറ്റവും നല്ലൊരു കോഴ്സ് നമ്മുടെ പൾപിറ്റ് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എൻ്റെ പേര് രാഖിൽ അറസ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മർമ്മപ്രധാനമായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് മുറിയിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. എൻ്റെ വിഷയം മാത്രമല്ല, എല്ലാ വിഷയം. അതുപോലെ സാറേ, എനിക്ക് പല കുട്ടികളും ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത്, ഈ നവോത്ഥാനം ഒരുപാട് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ സാറേ, അത് വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മൾ പൾപിറ്റിൻ്റെ തന്നെ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞത്, സാർ ഇത്രയും വർഷം എങ്ങനെ ഓർത്തിരിക്കുന്നു? അപ്പോൾ അവർക്കത് പറ്റുന്നില്ല ഓർത്തിരിക്കാൻ. അത് നമ്മൾ പറയുന്ന വേറൊന്നുമില്ല, ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ നമ്മൾ പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാന പത്രങ്ങൾ സ്ഥാപിക്കുന്ന വർഷങ്ങളൊക്കെ പഠിക്കുമ്പം ചെയ്യേണ്ടത് ആവർത്തിച്ച് എന്ത് ചെയ്യുക,
വായിക്കുക, ആവർത്തിച്ച് ക്ലാസ് കാണും. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു റിവിഷൻ ആണ്. ഒരു Revision കോമ്പറ്റേറ്റീവ് വളരെ എക്സാം എന്ന് important പറയുമ്പോൾ അതിന്റെ ഒരു സക്സസ് ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. ഞാനിപ്പോൾ ഈ നവോത്ഥാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ ഈ അടുത്ത് രഞ്ജിത് സാറിന്റെ വൈഫ് ഹൗസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ സാർ അത് നവോത്ഥാനമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി പോകുന്ന വഴിയെല്ലാം ഞാനിങ്ങനെ ബോർഡ് കാണുമായിരുന്നു, ഓരോ നവോത്ഥാന നായകന്മാരുടെ പേര്. അപ്പൊ ഞാൻ ആലോചിച്ചു, സാർ ഇതുകൊണ്ടായിരിക്കും ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചത് എന്നുള്ളത്. അല്ലാതെ പത്തനംതിട്ട മണ്ണടിയുടെ പ്രത്യേകത വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ഒത്തിരി നവോത്ഥാന മുന്നേറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് അങ്ങനെയും പഠിക്കാം. എല്ലാ ജില്ലയ്ക്കും പ്രത്യേകതയുണ്ട്. ഇപ്പൊ കൊല്ലം ജില്ലയിലെ കുണ്ടറ, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല, വെങ്ങാനൂർ എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പം അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഇപ്പം നമ്മൾ മലബാർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ബ്രഹ്മാനന്ദ ശിവയോഗി ഉൾപ്പെടെയുള്ള ഓരോ നവോത്ഥാന നായകന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വിപ്ലവത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. കടക്കൽ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ടീം ഓൾ സെറ്റ് ആണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് 50 മോഡൽ എക്സാംസ്, പിന്നെ 75 മണിക്കൂറിൽ നിൽക്കുന്ന അടിപൊളി കോമ്പാക്ട് ചെയ്തിരിക്കുന്ന ക്ലാസ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളിത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതായതുകൊണ്ട് ഇവിടെ 5000-6000 രൂപയൊന്നും ഫീസില്ല. അതിൻ്റെ നേരെ പകുതി ഫീസിൽ 2499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് എൻ്റയർ കോഴ്സും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി ഡിസൈൻ ചെയ്ത HSST ജനറൽ പേപ്പറിലേക്കാണ് പൾപിറ്റ് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും കാണും, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഇനിയത്തെ ദിവസം നമ്മൾ 4 ലൈവാണ്, വീക്കിലി 4 ലൈവാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ അതിതീവ്ര പ്രിപ്പറേഷൻ്റെ ആവട്ടെ. സോ തീവ്രം 1.0 ലോഞ്ചിങ് ആണ്. ഓക്കെ സർ.